കൂട്ടുകാരെ, നമ്മുടെ ഫോണിൻ്റെ ഫ്രെയിമിൽ നിന്ന് ഡിസ്പ്ലേ ഇളകി വരുന്ന പ്രോബ്ലംസ് നിങ്ങളുടെ പല ഫോണുകളിലും ഇതുണ്ടാകാം. പക്ഷേ പലരും അത് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫോണിൽ നിന്ന് ഡിസ്പ്ലേ ഇളവിയിരിക്കുന്ന ആ ഒരു പ്രശ്നം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഫോണിൽ നിന്ന് തറയെ വീണ് പൊട്ടുകയോ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് കംപ്ലൈൻ്റ് ആവുകയോ കണക്ടർ കംപ്ലൈൻ്റ് ആവുകയോ ഡിസ്പ്ലേ ഡാമേജ് ആവുകയോ അങ്ങനെ ഇഷ്യൂസുകൾ ഒരുപാട് സംഭവിക്കാറുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഫോണിൽ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളവിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഫ്രെയിമിൽ നിന്ന് ഡിസ്പ്ലേ ഇളവുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പല കാരണങ്ങളുമുണ്ട്. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ പഴയ ഫോണുകൾ പഴക്കം കൊണ്ട്, അതായത് ഫോണിൻ്റെ പഴക്കം കൊണ്ട് നമ്മുടെ ഡിസ്പ്ലേ ഫ്രെയിമുമായിട്ട് ഒരു ഗം ഉപയോഗിച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. ആ ഗമ്മിൻ്റെ പഴക്കം കൊണ്ട് ഗമ്മ് ഇളകി ഡിസ്പ്ലേ വെളിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത് എന്ന് പറയുന്നത് നമ്മൾ തറയിൽ വീഴുന്ന സന്ദർഭങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫോൺ എവിടെയെങ്കിലും തട്ടുന്ന സമയത്തോ അവിടെ നിന്നും ഫ്രെയിമിൽ നിന്ന് ഡിസ്പ്ലേ ഇളകി വീഴാറുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് ഹീറ്റാവും. ഫോൺ ഓവറായിട്ട് ഹീറ്റാവുകയാണെങ്കിൽ ഗമ്മിൻ്റെ ആ ഒരു വിസ്കോസിറ്റി പോയിട്ട് ഫ്രെയിമിൽ നിന്ന് ഡിസ്പ്ലേ ഇളകി വരാറുണ്ട്. പിന്നെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഡിസ്പ്ലേ ഏതെങ്കിലും കാരണവശാൽ മാറേണ്ടി മാറുകയാണെങ്കിൽ അപ്പോൾ ടെക്നീഷ്യന്മാർ ഉപയോഗിക്കുന്ന മറ്റേ ഗമ്മിൻ്റെ ക്വാളിറ്റി പഴയ അഴുക്ക ക്വാളിറ്റി ആണെങ്കിൽ, ലോ ക്വാളിറ്റിയുള്ള ഗമ്മാണെങ്കിൽ അത് വീണ്ടും ഇളകി വരാറുണ്ട്. അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ ബെൻഡ് ഏതെങ്കിലും കാരണവശാൽ തറയിൽ വീണിട്ട് ഫ്രെയിം ബെൻഡ് ആവുകയാണെങ്കിലൊക്കെ ഫ്രെയിമിൽ നിന്ന് ഡിസ്പ്ലേ ഇളകി വരാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ അത് ശ്രദ്ധിക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ശ്രദ്ധിക്കണം. ഇത്ര എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം കുറച്ച് ഭാഗത്തായിരിക്കും ഇളവിയിരിക്കുന്നത്. പിന്നീട് അത് കൂടുതലായിട്ട് ഫ്രെയിമിൽ നിന്നും പൂർണ്ണമായിട്ടും ഡിസ്പ്ലേ ഇളവി തറയിൽ വീഴുകയും ഡിസ്പ്ലേ പൊട്ടുകയും അതേപോലെ തന്നെ സ്ട്രിപ്പ് ഡാമേജ് ആവും, കണക്ട് ഡാമേജ് ആവും. പിന്നെ നമുക്ക് ഡിസ്പ്ലേ പൂർണ്ണമായിട്ട് മാറേണ്ടി വരുന്ന സാഹചര്യമാവും. ഡിസ്പ്ലേയുടെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒറിജിനൽ ഡിസ്പ്ലേക്ക് നമ്മളെ ഫോണിൻ്റെ ഏകദേശം 40% വില കൊടുക്കേണ്ടി വരും ഒറിജിനൽ ഡിസ്പ്ലേക്ക്. അപ്പോൾ നമ്മൾ അതിലേക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ഇളവിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം? ഫ്രെയിമിൽ നിന്ന് ഡിസ്പ്ലേ ഇളവിയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതേപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. ഓക്കെ കൂട്ടുകാരെ, അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ എടുക്കുക. ഫോൺ എടുത്ത ശേഷം നിങ്ങളുടെ ബാക്ക് പൗച്ചോ വല്ലതും ഉണ്ടെങ്കിൽ ബാക്ക് പൗച്ചൊക്കെ ഇളക്കി മാറ്റുക. എന്നിട്ട് പൂർണ്ണമായിട്ടും ഫോൺ മാത്രമായിട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഫോണ് ഫുൾ ബ്രൈറ്റ്നസ്സിലിടുക. മൊത്തത്തിൽ ഫുൾ ബ്രൈറ്റ്നസ് ഇടുക. ഓക്കെ, ഫുൾ ബ്രൈറ്റ്നസ് ഇടുക. ബ്രൈറ്റ്നസ് ഇട്ട ശേഷം നിങ്ങളൊരു വൈറ്റ് സ്ക്രീന് നിങ്ങൾ ഫോണിലേക്ക് കൊണ്ടുവരിക. അത് ഏത് രീതിയിലായിക്കോട്ടെ, വാൾപേപ്പറോ തീംസോ അല്ലെങ്കിൽ മറ്റേ വൈറ്റ് കളറിലുള്ള എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതായിരുന്നാലും ശരി, അത് നിങ്ങളുടെ ഫോണിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയാലും മതി. ഓക്കെ, പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ഏകദേശം വൈറ്റ് സ്ക്രീൻ ആയിരിക്കും കൂടുതലും കാണുക. ഇതേപോലെ വൈറ്റ് സ്ക്രീനായിട്ട് കാണും. അപ്പോൾ ഇതേപോലെ വൈറ്റ് സ്ക്രീനിലേക്ക് കൊണ്ടുവരിക. വൈറ്റ് സ്ക്രീനിലേക്ക് കൊണ്ടുവന്ന ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു ഡാർക്ക് റൂമിലേക്ക് പോകുക എന്നുള്ളതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെട്ടമൊക്കെ ഉള്ളത് കാരണം ഞാനിപ്പോൾ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിപ്പോൾ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വരാം. ഏകദേശം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോണിൻ്റെ ബ്രൈറ്റ്നസ് മാത്രമേ കാണുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഫോണ് സൈഡിലോട്ടൊന്ന് ചരിച്ച് നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ട ഫോണിൻ്റെ എഡ്ജ്, അതായത് സ്ക്രീന് വരുന്ന ഭാഗം, ഇവിടെയാണ് സ്ക്രീന് വരുന്നത്. സ്ക്രീന് വരുന്ന ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളിവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ ചെറിയൊരു ലൈറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ഡിസ്പ്ലേ ഫ്രെയിമിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കണ്ട ചെറിയൊരു വൈറ്റ് വന്നിട്ടുണ്ട്. എന്നാൽ പക്ഷേ ഇവിടെ ഒന്നും യാതൊരുവിധ പ്രോബ്ലംസും കാണുന്നില്ല. ഇവിടെ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഇവിടെ വന്നപ്പം കണ്ട കംപ്ലീറ്റ് ഇളവിയിരിക്കുന്നത്, ഈ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ഇളവിയിരിക്കുകയാണ്. പക്ഷേ നമുക്ക് സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ സൈഡ് മൊത്തത്തിൽ ഡിസ്പ്ലേ ഇളവിയിരിക്കുകയാണ്. ഇവിടെ കണ്ടല്ല, നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ ഇളവിയിരിക്കുകയാണ്. ഫ്രെയിമിൽ നിന്നും ഡിസ്പ്ലേ ഇളവിയിരിക്കുകയാണ്. ബാക്ക് സൈഡിലൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഫോണും ഇതേപോലെ വൈറ്റ് സ്ക്രീൻ ഫുൾ ബ്രൈറ്റ്നസ് ഇട്ട ശേഷം വൈറ്റ് സ്ക്രീൻ എടുക്കുക. വൈറ്റ് സ്ക്രീൻ എടുത്ത ശേഷം ഒരു ഡാർക്ക് റൂമിലേക്ക്, അതായത് വെട്ടമില്ലാത്ത റൂമിലേക്ക് പോവുക. വെട്ടമില്ലാത്ത റൂമിൽ പോയിട്ട് 4 സൈഡും ഇതേപോലെ ചരിച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും സൈഡിൽ ഫ്രെയിമിൽ നിന്നും ഡിസ്പ്ലേ വിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനും മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഡിസ്പ്ലേ ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ലൈറ്റ് വെളിയിൽ വരുന്ന ആ ഒരു ബാക്ക് ലൈറ്റ് പോകുന്നത് കാണാൻ സാധിക്കും. കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രസ് ചെയ്തപ്പോഴത്തേക്ക് ആ ലൈറ്റ് പോയത് കാരണം അത് പ്രസ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ഡിസ്പ്ലേ താന്നത് കാരണം ആ ഫ്രെയിമായിട്ട് അങ്ങ് അറ്റാച്ചായി എന്നുള്ളതാണ്. അപ്പോൾ അതങ്ങ് മാറി.
ഇപ്പം അങ്ങ് ഒട്ടിയിരിക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ഇളകി വരുന്നതായിരിക്കും. ഓക്കെ കൂട്ടുകാരെ, എന്താണെന്നാലും ഞാനിപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ഒട്ടിക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ഗം ഉപയോഗിച്ച് ഇതേപോലുള്ള ഫ്രെയിം ഒട്ടിക്കുന്ന ഒരു ഗമ്മുണ്ട്. ഈ ഒരു ഗം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേ ചെറുതായിട്ടൊന്ന് പൊക്കിയിട്ട് പോയ ഭാഗത്ത് മാത്രം ഗമ്മ് തേച്ച് നമുക്ക് ഒട്ടിക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ പൂർണ്ണമായിട്ടും വെളിയിലെടുത്ത് ഒട്ടിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതുപോലെ എൻ്റെ ഈ ഒരു ഫോണ് ബാറ്ററി മാറേണ്ട ഒരു ഫോൺ ആയതുകൊണ്ട് എനിക്കിത് മൊത്തം പൊളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഡിസ്പ്ലേ പൂർണ്ണമായിട്ടും വെളിയിലെടുത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗ്ഗമെന്ന് പറയുന്നത് ഡിസ്പ്ലേ വെളിയിലെടുത്തിട്ട് പഴയ ഗമ്മെല്ലാം കളഞ്ഞിട്ട് പുതിയ ഗം ഉപയോഗിച്ച് ഒട്ടിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗ്ഗം. പിന്നെ അത്യാവശ്യമാണെങ്കിൽ നമുക്ക് വെളിയിൽ നിന്നും ഇങ്ങനെ ഒട്ടിക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ ഗം അകത്തോട്ട് പോവുകയാണെങ്കിൽ ഡിസ്പ്ലേ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഷോപ്പിൽ കൊടുത്ത് മാത്രമേ ഇത്തരം വർക്കുകൾ നിങ്ങൾ ചെയ്യാവൂ. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ കൂട്ടുകാരെ ബൈ.